നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റുകളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫയലിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. പരാതികൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള നീക്കം മീഡിയ വൺ റിപ്പോർട്ട് നൽകിയിരുന്നു. മീഡിയ വൺ ഇമ്പാക്ട്. പോസ്റ്റൽ ബാലറ്റുകളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡീഷണൽ സിഇഒ ജെറോമിക് ജോർജാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഫയൽ സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ജീവനക്കാർക്കും ഡെപ്യൂട്ടേഷനിൽ എത്തിയവർക്കുമായി ഗുഡ് സർവീസ് എൻട്രി നൽകാനായിരുന്നു നീക്കം. പോസ്റ്റൽ ബാലറ്റിന്റെ ചുമതലയുണ്ടായിരുന്ന തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ കൂടിയായ ജെറോമിക് ജോർജ് സമർപ്പിച്ച ഫയലിൽ ഭൂരിഭാഗവും തദ്ദേശ വകുപ്പിലെ ജീവനക്കാരായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ജോലിയിലുണ്ടായിരുന്ന 21,000-ഓളം ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന പരാതിയിൽ ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെയാണ് കമ്മീഷന്റെ ഈ വിവാദ നീക്കം നടന്നത്. ഗുരുതരമായ വീഴ്ചകൾ ആരോപിക്കപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരെ ആദരിക്കാനുള്ള നീക്കം മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫയലിൽ തിടുക്കപ്പെട്ട തീരുമാനമെടുക്കേണ്ടതില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകാത്ത വിഷയം കോടതി കയറിയ സാഹചര്യത്തിൽ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് കമ്മീഷന്റെ പിന്മാറ്റം. മീഡിയ വൺ, തിരുവനന്തപുരം.